നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ കോൺഗ്രസിന് 63 സീറ്റുകൾ വരെ DMK സഖ്യത്തിൻ്റെ ഭാഗമായി കൊടുത്തിരുന്ന സമയമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിന് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് 2011 ആദ്യമായി അധികാരത്തിലേക്ക് വന്നത്. 34 കൊല്ലത്തെ ഇടത് ഭരണം അവസാനിപ്പിക്കുന്നതിന് കാരണമായത് തൃണമൂലിനോടൊപ്പം കോൺഗ്രസ് നിന്നതിൻ്റെ ഭാഗമായാണ്. എന്നാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അവിടുത്തെ മന്ത്രിസഭകളിൽ കോൺഗ്രസ് നേതാക്കൾക്ക് അവിടെ സ്ഥാനമില്ലായിരുന്നു. നിലവിലെ സാഹചര്യങ്ങൾ പൊളിച്ചെഴുതാൻ തന്നെയാണ് നീക്കം. പ്രത്യേകിച്ചും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ കോൺഗ്രസ് തയ്യാറാകുമ്പോൾ അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യ മുന്നണി വളരെയധികം ദുർഘടം പിടിച്ച ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട നിയമസംഹിതകളെ വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാം ഭേദഗതി ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് വലിയ തോതിൽ കൃത്രിമത്വം കാണിപ്പിച്ച് അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുന്ന മാറിയ കളികളെ പൊളിച്ചെടുക്കാൻ ഒറ്റക്കെട്ടായി നിന്നാലേ മതിയാവുകയുള്ളൂ എന്ന തിരിച്ചറിവ് മമതയ്ക്കും സ്റ്റാലിനും ഒരുപോലെ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിലയിരുത്തൽ അനുസരിച്ച് ദേശീയ യോഗം വിളിച്ചു ചേർക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നത്, അതായത് AICC നേതൃത്വം തയ്യാറാകുന്നത്. 5 പ്രദേശങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പുതുച്ചേരി, തമിഴ്നാട്, കേരളം, അസം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായി കോൺഗ്രസിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് കേരളത്തിലും അതുപോലെ തന്നെ അസാമിലുമാണ്. ഈ രണ്ടിടത്തും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ ചെറുതാണ്. പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും കോൺഗ്രസ് ഘടകകക്ഷിയായി നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട കക്ഷികളായി ഭരിക്കുന്നത് അവിടെ തൃണമൂലും തമിഴ്നാട്ടിൽ ദ്രാവിഡ മുന്നേറ്റ കഴകവുമാണ്. നിലവിലെ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം പിടിക്കുന്ന വോട്ടുകൾ സെക്കുലർ വോട്ടുകളെ ഡിവൈഡ് ചെയ്യും എന്ന വിലയിരുത്തൽ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും AIADMK ഇപ്പോൾ BJPയുമായി സഖ്യത്തിൻ്റെ പേരിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ സെക്കുലർ വോട്ടുകളിൽ വിള്ളൽ വീണാൽ അത് ദോഷകരമാകുന്നത് സ്റ്റാലിൻ്റെ പാർട്ടിക്കും സഖ്യകക്ഷിയായ കോൺഗ്രസിനും തന്നെയാണെന്ന് വിലയിരുത്തൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അവസരങ്ങൾ സഖ്യകക്ഷികൾക്ക് കൂടി നൽകുന്ന രീതിയിൽ കൂട്ടുത്തരവാദിത്തം എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ കോൺഗ്രസിന് 18 MLA-മാരുണ്ട്. മന്ത്രിസഭയിൽ സ്വാഭാവികമായും അർഹത കിട്ടേണ്ടത് കാര്യമാണ്. മാത്രമല്ല, തമിഴ്നാട് ഗവർണറായ RN രവിക്കെതിരെ ശക്തമായ നിയമ പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്. സുപ്രീം കോടതിയിൽ നിന്നും ദ്രൗപദി മുർമുവിനെതിരെ ശക്തമായൊരു വെർഡിക്റ്റ് വന്നതും അവിടുത്തെ ഗവർണർ നടപടിക്രമങ്ങൾ, തമിഴ്നാട് സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം രാഷ്ട്രപതിയെ കൂട്ടുപിടിച്ച് പല രീതിയിലും അഭ്യാസം ഇറക്കുന്നതിനെ സുപ്രീം കോടതി മുളയിലേ നുള്ളിക്കളഞ്ഞു. ഇതേ സാഹചര്യം തന്നെയായിരുന്നു ബംഗാളിലും. മമതാ ബാനർജിക്ക് വലിയ തലവേദന ഉണ്ടാക്കിയ വ്യക്തിയാണ് മുൻ ഗവർണറായ ജഗദീപ് ധൻഖറും ഇപ്പോഴത്തെ ഗവർണറായ CV ആനന്ദബോസും. ഇവരെ നിലയ്ക്ക് നിർത്താൻ തൃണമൂൽ നേതാക്കൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കുറച്ചുകൂടി ആക്കം കൂട്ടുന്നത് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം കൂടിയാണ്. കോൺഗ്രസ്സിന് ബംഗാളിൽ 2 സീറ്റുകൾ പോലും നൽകാൻ തൃണമൂൽ തയ്യാറാകാതെ നിന്നപ്പോഴാണ് കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ചത്. ബഹ്റാംപൂറിൽ അവിടെ അധർ രഞ്ജൻ ചൗധരിയുടെ പരാജയം അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിനെ അലോസരപ്പെടുത്തി. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ചെയ്യുന്ന മര്യാദ ബംഗാളിൽ എന്തുകൊണ്ട് മമത കാണിച്ചില്ല എന്നുള്ള വലിയ ചോദ്യമാണ്. മമതയുടെ പാർട്ടിക്ക് 29 സീറ്റ് ബംഗാളിൽ കിട്ടുമ്പോൾ BJPക്ക് 11 സീറ്റുകൾ കിട്ടി. അവിടെ കോൺഗ്രസ് ചോദിച്ച 8 സീറ്റുകൾ നൽകിയിരുന്നെങ്കിൽ ഈ ഒരു സ്ഥിതി ആകില്ലായിരുന്നു എന്ന വിലയിരുത്തലുമുണ്ട്.